ഒരു ഇൻഫെക്റ്റീവ് ഫീവറിൻ്റെ ഭീതിയിൽ ലോക ജനത മുഴുവനായിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. നമ്മളിപ്പോൾ അതിൽ നിന്ന് പതുക്കെ പതുക്കെ മോചിതരായിക്കൊണ്ടിരിക്കുകയാണെങ്കിലും നമ്മൾ കാണുന്നുണ്ട് ദിനംപ്രതി ജനങ്ങൾ കുഴഞ്ഞു വീണ് മരിക്കുന്നു. പല രീതിയിലുള്ള അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ലോകത്തിനേക്കാൾ ഉപരി അതിൻ്റെ പ്രതിരോധ പ്രവർത്തനമായിട്ടുള്ള ആസ്ട്രാസെനിക്ക വാക്സിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ പത്രത്തിൽ കാണുന്നുണ്ട്. അതിന്ന് നിരോധിച്ചതായിട്ടുള്ള ഒരു വാർത്തയും നമ്മൾ കണ്ടു. ഇതിനെയെല്ലാം കുറിച്ച് ഞാൻ കുറച്ചു കാലം മുമ്പ് കോവിഡ് കാലത്ത് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇപ്പോൾ സർക്കാരിന് ചെയ്യാൻ പറ്റണത് ഇപ്പോൾ ഈ അഡ്മിറ്റ് ആയിരിക്കുന്ന രോഗികളിൽ ഒരു 25 പേഷ്യൻസ് അല്ലെങ്കിൽ 50 പേഷ്യൻസ് നമുക്ക് തരികയാണെങ്കിൽ നമുക്കതൊരു 3 ദിവസം കൊണ്ട് തന്നെ ഒരു മൈൽഡ് ആൻഡ് മോഡറേറ്റ് സ്റ്റേജസ് എല്ലാവർക്കും മുന്നിൽ വെച്ച് തന്നെ ആയുർവേദ ശാസ്ത്രീയ രീതിയിൽ ഡയഗ്നോസ് ചെയ്ത് ചികിത്സിച്ച് ആളെ ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരാൻ ആരോഗ്യ ലക്ഷണങ്ങൾ മാത്രമല്ല ബ്ലഡ് ടെസ്റ്റിലൂടെയും അറിയാൻ പറ്റും. വൈറൽ പനികളോട് ശാസ്ത്രീയ ആയുർവേദത്തിൻ്റെ സമീപനം എന്താണ്? എത്രയും സിമ്പിളായിട്ട് ഇപ്പോൾ വൈറസ് എന്നതിന് ആയുർവേദത്തിൽ യാതൊരു പ്രാധാന്യവും കൊടുക്കുന്നില്ല. മനുഷ്യ ശരീരത്തിനകത്ത് വൈറസിനോട് അല്ലെങ്കിൽ ബാക്ടീരിയയോട് പ്രതികരിക്കാൻ കെൽപ്പുള്ള എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്, ഡിഫൻസ് മെത്തേഡ്സ് ഉണ്ട് എന്നുള്ളതും അതിന് എങ്ങനെയൊക്കെ നമുക്ക് ഔഷധമില്ലാതെയും ഔഷധത്തോടു കൂടിയും എങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും, രോഗശമനം എത്രയും പെട്ടെന്ന് സാധ്യമാക്കാൻ പറ്റും. ഇൻഫെക്റ്റീവ് ഫീവർ അഥവാ പകർച്ചപ്പനിയിൽ എത്ര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും, യാതൊരു കോംപ്ലിക്കേഷനും ഇല്ലാതെ. ഇപ്പോൾ ഓക്സിജൻ നില താഴുക എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ടല്ല. ഓക്സിജൻ നില താഴ്ന്ന ആൾക്കാർ വിചാരിക്കുന്നത് കോവിഡ് വന്നാൽ അടുത്ത ദിവസം ഓക്സിജൻ നില താണിട്ട് അപകടമാവുന്നല്ല. അങ്ങനെയല്ല. രോഗത്തിൽ ഒരു പലവിധ സ്റ്റേജസ് ഉണ്ട്. ഒരു ചെറിയ അണുബാധയായിട്ട്, അണുബാധ എന്ന് പറയുന്നത് തന്നെ അണു വന്ന് കടിക്കുന്ന ഒരവസ്ഥയല്ല, അണുവിനോടുള്ള ശരീരത്തിൻ്റെ പ്രതികരണത്തെയാണ് ഇൻഫെക്റ്റീവ് ഫീവറായിട്ട് വരണത്. അപ്പോൾ ശരീരത്തിൻ്റെ തന്നെ ഒരു പ്രതിരോധ പ്രവർത്തനമാണ് പനി, ഒരു ആരോഗ്യപരമായ പ്രവർത്തനം എന്ന് നമുക്ക് പറയാം. അപ്പോൾ രോഗപ്രതിരോധ ശക്തി അബ്നോർമലായ ആൾക്കാർക്ക് മാത്രമാണ് ഇത് കുറച്ച് സയൻറ്റിഫിക്കലി സപ്പോർട്ട് ചെയ്തിട്ട് കൃത്യമായ ഔഷധം ആവശ്യമായിട്ട് വരണത്. പനിയിൽ പലപ്പോഴും അശാസ്ത്രീയ ചികിത്സകൾ, അശാസ്ത്രീയ ആഹാര രീതി, അശാസ്ത്രീയ പല രീതിയിലുള്ള രോഗങ്ങൾ ഉള്ള ആൾക്കാർക്ക് ചെയ്യുന്ന അശാസ്ത്രീയമായ സങ്കര ചികിത്സകൾ, ഇതൊക്കെയാണ് രോഗിയെ ICUവിൽ എത്തിച്ചതും ഓക്സിജൻ നില ന്യൂമോണിയ ആയിട്ട് കൂടിയിട്ട് ഓക്സിജൻ നില കുറഞ്ഞ് ആളെ അപായപ്പെടുത്തുകയും ചെയ്തിരുന്നത്. അതൊക്കെ ഞാൻ അന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പം ഇതിൻ്റെ പ്രതിരോധം എന്ന് പറയുന്നത് വളരെ സിമ്പിളായ രീതിയിൽ സ്വന്തം ശരീരത്തിൽ പ്രതിരോധം സാധ്യമായ മാത്രമേ, അതാണ് ഷട്ട് ഡൗൺ വൈറസ് എന്നതായിരുന്നു നമ്മുടെ, അല്ലാതെ ഷട്ട് ഡൗൺ ഹ്യൂമൻസ് അല്ല, ഷട്ട് ഡൗൺ വൈറസ്. നമ്മുടെ ശരീരത്തിൽ വരുന്ന അഡ്വേഴ്സ് ആയിട്ടുള്ള ഏതൊരു രോഗാണുവിനെയും നശിപ്പിക്കാൻ കെൽപ്പുള്ള രോഗപ്രതിരോധ ശക്തി ആരോഗ്യപരമാക്കി പ്രവർത്തിപ്പിക്കുക എന്നതാണ് SPVയുടെ മെസ്സേജ്. ഇത് അന്ന് അനുവർത്തിച്ചിരുന്നെങ്കിൽ, സർക്കാർ അനുവർത്തിച്ചിരുന്നെങ്കിൽ, വ്യാപകമായിട്ട് ചെയ്തിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള മരണങ്ങളോ ഇത്തരത്തിലുള്ള ദുരവസ്ഥയോ ഇന്ന് കേരളത്തിലും ഉണ്ടാവുമായിരുന്നില്ല. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള പ്രപ്പോസൽസും അന്ന് കൊടുത്തിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. എന്ന് തന്നെ ആയാലും ഇനി ഇപ്പോഴും ഇവിടുന്ന് അങ്ങോട്ടും ഒരുപാട് തരത്തിലുള്ള വൈറൽ പനികൾ വരാം. വൈറൽ പനികൾക്കൊന്നും തന്നെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ചികിത്സ ആധുനിക വൈദ്യത്തിൽ ഇല്ല. അതാണ് സത്യം. അപ്പോൾ ആയുർവേദത്തിലാണെങ്കിൽ ശാസ്ത്രീയമായിട്ട്, ഏറ്റവും ശാസ്ത്രീയമായിട്ട് രോഗിയുടെ ശരീരത്തിനകത്ത് പ്രവർത്തിക്കുന്ന ഏതൊക്കെ രീതിയിൽ, അതായത് രോഗം വന്ന ഉടനെ തന്നെ, രോഗം എന്നാൽ RT-PCR പോസിറ്റീവ് അല്ല, അതല്ല രോഗം. രോഗം എന്ന് പറയുന്നത് വൈറസിന്റെ സാന്നിധ്യമാണ് RT-PCR പോസിറ്റീവായി കാണുന്നത്. അത് വിചാരിച്ച് നമ്മൾ രോഗിയായി എന്നല്ല അർത്ഥം. രോഗം എന്നത് രോഗപ്രതിരോധ ശക്തി പ്രതികരിക്കണം. ആ വൈറസിനോട് പ്രതികരിച്ച് രോഗലക്ഷണങ്ങൾ ഉണ്ടായി കഴിയുമ്പോഴാണ് രോഗമുണ്ടായി എന്ന് ശാസ്ത്രീയമായിട്ട് ആയുർവേദത്തിൽ പറയാൻ കഴിയും. അപ്പൊ അങ്ങനെ ഉണ്ടായൊരു വ്യക്തിയിൽ പോലും ഇന്നേറ്റ് ഇമ്മ്യൂൺ സിസ്റ്റം അഥവാ ശരീരത്തിൽ ആദ്യം പ്രവർത്തിക്കുന്ന ഇന്നേറ്റ് ഇമ്മ്യൂൺ സിസ്റ്റം, അതിന് രോഗാണു ഏതാണെന്ന് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇന്നേറ്റ് ഇമ്മ്യൂൺ സിസ്റ്റം നോൺ സ്പെസിഫിക് ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ്. അതായത് ഏത് രോഗാണുവാണെങ്കിലും എത്രയും പെട്ടെന്ന് പ്രതികരിച്ച് അതിനെ നശിപ്പിക്കാൻ കെൽപ്പുള്ള സെല്ലുകൾ, ഇമ്മ്യൂൺ പ്രവർത്തനമുള്ള സെല്ലുകൾ നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കെ
നമ്മൾ പണിയെ അടിച്ചമർത്താനും അല്ലെങ്കിൽ അശാസ്ത്രീയമായിട്ടുള്ള രോഗാണുവിനെ കേന്ദ്രീകരിച്ചുള്ള ചികിത്സകളോ ചെയ്യാതെ ഈ രോഗത്തിൻ്റെ എതിരായി പ്രവർത്തിക്കുന്ന രോഗപ്രതിരോധ മെക്കാനിസംസിനെ അതിനെ ഏറ്റവും സയന്റിഫിക് ആയ രീതിയിൽ, ഏറ്റവും ശാസ്ത്രീയവൽകൃതമായ രീതിയിൽ അതിനെ നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ, അതുകൊണ്ട് തന്നെ വിത്തിൻ 5 days തന്നെ, നോട്ട് മോർ ദാൻ 5 days, 5 ദിവസത്തിൽ കൂടാതെ തന്നെ ഏതൊരു വൈറൽ ഫീവറിനെയും അല്ലെങ്കിൽ കീടാണുജന്യമായ പനികളെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആയുർവേദ ശാസ്ത്രത്തിന്റെ പ്രത്യേകത. അത് ഇനി ഭാവിയിൽ ഉണ്ടാവുന്ന പനികൾക്കാണെങ്കിലും ഈ ശാസ്ത്രീയ തത്വം ഉപയോഗിച്ച് നമുക്ക് ചികിത്സിക്കാൻ കഴിയും എന്നതാണ് ആയുർവേദ ശാസ്ത്രത്തിലുള്ള പ്രത്യേകത. അതിനെ കേന്ദ്രീകരിച്ച് ശാസ്ത്ര തത്വങ്ങളിൽ അധിഷ്ഠിതമായി ഗവേഷണം നടത്തി അനേക രോഗികളെ നിരീക്ഷിച്ച് അത് ഏറ്റവും സ്ട്രീംലൈൻഡ് ആയിട്ട് ചെയ്തതാണ് SBEBA വൈറൽ ഫീവർ അഥവാ ഇൻഫെക്റ്റീവ് ഫീവർ ഫസ്റ്റ് എയ്ഡ്. ഹസ്താലംബ IFFA എന്നാണ് അതിൻ്റെ പേര്. ഹസ്താലംബ IFFA. ഞങ്ങൾ ട്രെയിനിങ് കൊടുത്ത ഡോക്ടേഴ്സ്, വോളണ്ടിയേഴ്സ് ലോകമെമ്പാടും സേവനം നടത്തി വരികയാണ്. ഇത് തികച്ചും ഫ്രീ ആണ്, സൗജന്യമാണ്. ആർക്ക് വേണമെങ്കിലും ഒരു വെബ്സൈറ്റ് ഉണ്ട്, അതിൽ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 1 മണിക്കൂറിനകം തന്നെ നമ്മുടെ കോർഡിനേറ്റർ ഫിസിഷ്യൻസ് കണക്റ്റഡ് ആയിട്ട് അവർ വേണ്ട നിർദ്ദേശങ്ങൾ, ഇതൊരു ഫസ്റ്റ് എയ്ഡ് ആണ്, ചികിത്സയല്ല. ഒരു രോഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും രോഗിയെ എത്രയും പെട്ടെന്ന് ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരാനും ഫസ്റ്റ് എയ്ഡിന് ഏറെ പ്രാധാന്യമുണ്ട്. നമ്മുടെ വിചാരം കൈ മുറിഞ്ഞാലും അല്ലെങ്കിൽ ഫ്രാക്ചർ പറ്റിയാലും മാത്രമാണ് ഫസ്റ്റ് എയ്ഡ്. അല്ല, ഇൻഫെക്ഷനിലും ഫസ്റ്റ് എയ്ഡ് ഉണ്ട് ആയുർവേദത്തിൽ. ആയുർവേദത്തിൽ കൃത്യമായ ഫസ്റ്റ് എയ്ഡ് ആദ്യമായിട്ട് വികസിപ്പിച്ചെടുത്തത് SBEBA ആണ്. അപ്പം നമ്മുടെ ഡോക്ടേഴ്സ് ട്രെയിൻഡ് ആണ്. അവർ നിങ്ങൾക്ക് മരുന്നൊന്നും ആവശ്യമില്ലാതെ എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്തൊക്കെ ചെയ്താലാണ് നിങ്ങളുടെ പനി അല്ലെങ്കിൽ നിങ്ങളുടെ വെല്ലായ്മ ഇൻഫെക്ഷൻ മൂലമാണോ എന്ന് ഉറപ്പുവരുത്തും. അതിന് കീടാണുമല്ല ഞങ്ങൾ ടെസ്റ്റ് ചെയ്യണത്. ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ പറയണത് ഇമ്മ്യൂൺ റെസ്പോൺസിൻ്റെ അല്ലെങ്കിൽ രോഗപ്രതിരോധ ശക്തിയുടെ പ്രവർത്തനത്തെ വിലയിരുത്തുന്ന ബ്ലഡ് ടെസ്റ്റുകളാണ്. അത് വെച്ച് നമ്മൾക്ക് ശരീരത്തിനകത്ത് നീർക്കെട്ടുണ്ടായിട്ടുണ്ടോ ഇതെല്ലാം മനസ്സിലാക്കി നമുക്ക് കൃത്യമായ ശാസ്ത്രീയ നിർദ്ദേശങ്ങൾ, ഫസ്റ്റ് എയ്ഡ് അഡ്വൈസസ്, മരുന്നൊന്നുമില്ലാതെ ഞങ്ങൾക്ക് അത് പറഞ്ഞു തരാൻ പറ്റും. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലാതെ ഏതൊരു ഇൻഫെക്റ്റീവ് ഫീവറും, നിങ്ങൾക്ക് പനി ഉണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ ജലദോഷം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഛർദി, ഓക്കാനം, എന്തെങ്കിലും പെട്ടെന്ന് തുടങ്ങുന്ന വെല്ലായ്മയോടൊപ്പം വീക്ക്നെസ്, ഇന്നലെ വരെ നിങ്ങൾക്ക് ഇല്ലാതിരുന്ന ഒരു വീക്ക്നെസ് ഇന്ന് തുടങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇൻഡൈജഷൻ അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ, ഒരു വയറിന് സുഖമില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ അകാരണമായ അമിതമായ ക്ഷീണം, ഇതെല്ലാം ജോയിന്റ് പെയിൻസ്, ഇതെല്ലാം നിങ്ങൾക്കൊരു വൈറൽ ഫീവർ അല്ലെങ്കിൽ ഒരു ഇൻഫെക്റ്റീവ് ഫീവറിന് സാധ്യതയെ സൂചിപ്പിക്കുന്നതാണ്. എത്രയും പെട്ടെന്ന് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നു അത്രയും ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് മോചനം നേടാൻ പറ്റും. നിങ്ങളുടെ ഫാമിലിയെ രക്ഷിക്കാൻ പറ്റും. നിങ്ങൾ അതിനെ ഡീആക്ടിവേറ്റ് ചെയ്തു, ആ കീടാണുവിനെ നിങ്ങളുടെ ശരീരം ഡീആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് വേറൊരു ആരോഗ്യമുള്ള ആൾക്ക് പകരാനുള്ള സാധ്യതയും കുറയും. അങ്ങനെ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരെയും നമുക്ക് രക്ഷിക്കാൻ പറ്റും എന്നുള്ളതാണ് VFFA. ഹസ്താലംബ VFFA എന്നാണ് ഇതിൻ്റെ പ്രത്യേക നാമം കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഓൺലൈനിൽ ഹസ്താലംബ VFFA സെർച്ച് ചെയ്താൽ കിട്ടും. തൃശ്ശൂർ SBEBA ക്ലിനിക്കിൽ ഞങ്ങൾ എല്ലാവിധ അണുജന്യ പനികൾക്കും അണുജന്യ രോഗങ്ങൾക്കും ശാസ്ത്രീയ ചികിത്സ നൽകി വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സേവനം കിട്ടാനായിട്ടും ഓൺലൈൻ ഒരിക്കലും ലഭ്യമല്ല. അപ്പോൾ അതല്ലാതെ ചികിത്സയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായും ക്ലിനിക്കിൽ നേരിട്ട് SBEBA പ്രാക്ടീഷണറിന് തൃശ്ശൂർ SBEBA ക്ലിനിക്കിൽ ഇതിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ്. തൃശൂർ SBEBA ക്ലിനിക്, ആലപ്പാട് ടവർ, സെന്റ് തോമസ് സ്ട്രീറ്റ്, കുര്യച്ചിറ, തൃശൂർ. മൊബൈൽ 9447319234 8281125837.